വളരെ എക്സ്ക്ലൂസീവായ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മലയാള മാധ്യമങ്ങൾ മുഖ്യ സിദ്ദിഖ് കാപ്പന്റെ വിചാരണയുടെ വിശദാംശങ്ങൾ കർമ്മ ന്യൂസ് പുറത്തുവിടുന്നു. കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ചെയ്യലും ക്രോസിംഗിന്റെയും വിശദാംശങ്ങളാണ് കർമ്മ ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ഇലക്ഷൻ സമയമായതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും പുറത്തുവിടാൻ മടിച്ച കാര്യങ്ങളാണ് കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവിലൂടെ പുറത്തുവിടുന്നത്. സിദ്ദിഖ് കാപ്പൻ സംഘത്തിന് പിന്നാലെ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളായ അൻഷാദ് ബദറുദ്ദീനെയും ഫിറോസ് ഖാനെയും പെട്രോൾ ബോംബുകളും ആയുധങ്ങളുമായി ഹത്രാസിലേക്ക് അയച്ചിരുന്നു. സിദ്ദിഖ് കാപ്പനും സംഘവും പിടിയിലായതോടെ ഹത്രാസ് ദൌത്യം ഉപേക്ഷിക്കുകയായിരുന്നു. ഹത്രാസിൽ കലാപം സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്ന PFI പദ്ധതിയുടെ വിവരങ്ങൾ പുറത്തുവിടാതെ കേരളത്തിലേക്ക് എത്തിക്കാതെ കോട്ട കെട്ടി അടച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇസ്ലാം അനുകൂല മാധ്യമങ്ങൾ. കാപ്പനെതിരെയുള്ള തെളിവുകൾ അക്കമിട്ട് നിരത്തുകയായിരുന്നു വിചാരണ വേളയിൽ കോടതി. തലതൊട്ടപ്പൻ പി കോയെ തള്ളിപ്പറഞ്ഞ് സിദ്ദിഖ് കാപ്പൻ. വാട്സ്ആപ്പ് ചാറ്റുകൾ നിരത്തി പ്രോസിക്യൂട്ടർ. ഹത്രാസ് കലാപ ഗൂഢാലോചന കേസ് വിചാരണയിൽ പോപ്പുലർ ഫ്രണ്ട് താത്വികാചാരൻ പി കോയെ തള്ളിപ്പറഞ്ഞ് സിദ്ദിഖ് കാപ്പൻ. വാട്സ്ആപ്പ് ചാറ്റ് തെളിവുകൾ നിരത്തി കോയ കാപ്പന്റെ തലതൊട്ടപ്പനാണെന്ന് സ്ഥാപിച്ച് പ്രോസിക്യൂഷൻ ഭാഗം. പോപ്പുലർ ഫ്രണ്ട് സ്ഥാപക നേതാവ് പി കോയയുമായി തനിക്ക് തേജസ് പത്രത്തിലെ എഡിറ്ററും റിപ്പോർട്ടറും തമ്മിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്ന സിദ്ദിഖ് കാപ്പന്റെ വാദം ഖണ്ഡിച്ച് പ്രോസിക്യൂഷൻ. തേജസ് പത്രം പൂട്ടിയ ശേഷവും അഴിമുഖത്തിൽ ജോലി ചെയ്യുമ്പോഴും കാപ്പൻ കോയയുടെ നിയന്ത്രണത്തിലാണ് എന്ന് തെളിയിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. അഴിമുഖത്തിൽ കൊടുക്കേണ്ട വാർത്തകൾ മാത്രമല്ല മറ്റു മാധ്യമങ്ങളിൽ പ്ലാന്റ് ചെയ്യേണ്ട വാർത്തകളെക്കുറിച്ചും പി കോയ വാട്സ്ആപ്പിലൂടെ നിരന്തരം കാപ്പന് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. അഴിമുഖത്തിലെ സഹപ്രവർത്തകർക്ക് ഇസ്ലാമോഫോബിയ കൂടുന്നതിനാൽ കേരള കൗമുദിയിൽ ശ്രമിക്കുന്നതായി കാപ്പൻ കോയയോട് സൂചിപ്പിച്ചു. കേരള കൗമുദി പോപ്പുലർ ഫ്രണ്ടുകാരെ എടുക്കാറില്ല എന്ന് കോയ പറഞ്ഞു. അതിന് കാപ്പൻ വാട്സ്ആപ്പിൽ നൽകിയ മറുപടി ഇങ്ങനെ: അവർക്ക് ഞാൻ പോപ്പുലർ ഫ്രണ്ടുകാരനാണെന്ന് അറിയില്ല. 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം മാത്രമാണ് ഞാൻ അവർക്ക്. കേരള കൗമുദി ഡൽഹി ലേഖകൻ അനിലും മാതൃഭൂമിയിലെ മണികണ്ഠനുമാണ് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തത്. പോപ്പുലർ ഫ്രണ്ട് പശ്ചാത്തലം മറച്ചുവെച്ച് കേരള കൗമുദിയിൽ ചേരാനുള്ള കാപ്പന്റെ ശ്രമം പക്ഷെ വിജയിച്ചില്ല. ദില്ലി കലാപത്തിനു ശേഷം പി കോയ ജനറൽ സെക്രട്ടറിയായ NCHROയുടെ ദേശീയ കോർഡിനേറ്ററായി കാപ്പനെ നിയമിച്ചതിന്റെ തെളിവും വാട്സ്ആപ്പ് ചാറ്റിലുണ്ട്. NCHRO ദില്ലി ഓഫീസിലെത്തി ചുമതല ഏറ്റതായി കാപ്പൻ വാട്സ്ആപ്പിലൂടെയാണ് കോയയെ അറിയിച്ചത്. NCHRO ഓഫീസിൽ കാപ്പന് താമസ ഭക്ഷണ സൗകര്യങ്ങളും കോയ ഏർപ്പെടുത്തി. ദില്ലി കലാപ കേസിൽ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് നിയമസഹായം ഉറപ്പാക്കാനുള്ള ദൌത്യത്തിനാണ് വിശ്വസ്തനായ കാപ്പനെ NCHROയിൽ നിയമിച്ചത്. കോർഡിനേറ്ററായിരുന്ന റെനി ഐലിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടാണ് കാപ്പനെ ചുമതല ഏൽപ്പിച്ചത്. ഇതിൽ രോഷാകുലനായ റെനി ഐലിൻ കാപ്പന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് IB ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകി എന്ന സൂചനകളുമുണ്ട്. കാപ്പൻ അറസ്റ്റിലായ ശേഷം റെനിയെ NCHROയിൽ തിരിച്ചെടുത്തുവെങ്കിലും പ്രവർത്തന കേന്ദ്രം കോഴിക്കോട്ടേക്ക് മാറ്റി. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിനൊപ്പം NCHRO ഉൾപ്പെടെ പോഷക സംഘടനകളെയും നിരോധിച്ചു. കാപ്പന്റെ തലതൊട്ടപ്പനായ പി കോയ തിഹാർ ജയിലിലുമായി. ഇനി ഒരു ചിത്രം കാണിക്കാം. കേരളത്തിലെ PFIയും അൽ ഖ്വയ്ദ തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ ചിത്രമാണ് ഇത്. അൽ ഖ്വയ്ദ ബന്ധമുള്ള തുർക്കി IHH സംഘടനയുമായി പി കോയയ്ക്കുള്ള ബന്ധം വെളിപ്പെട്ടത് കാപ്പന്റെ ലാപ്ടോപ്പ് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചപ്പോഴാണ്. IHH ജനറൽ സെക്രട്ടറി ധർമ്മ സൈദീൻ, വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഒറൂഖ് എന്നിവരുമായി പോപ്പുലർ ഫ്രണ്ട് ഉന്നത നേതാക്കളായ പി കോയും അബ്ദുൾ റഹ്മാനും തുർക്കിയിൽ കൂടിക്കാഴ്ച നടത്തിയ ഫോട്ടോ കാപ്പൻ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിരുന്നു. NIA കേസിൽ ഈ ഫോട്ടോ നിർണായക തെളിവുമായി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തുർക്കിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. തലതൊട്ടപ്പൻ കോയയെ തള്ളിപ്പറഞ്ഞ് തടിയൂരാനുള്ള കാപ്പന്റെ ശ്രമം ഇതോടെ പ്രോസിക്യൂഷൻ പൊള്ളിച്ചടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.